ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയാലോ? ഇതെന്താണെന്ന് കണ്ടോ? മനസ്സിലായി കാണുമല്ലോ ഇപ്പോൾ ഇതെന്താണെന്ന്. ഇതാണ് നമ്മുടെ പുളിയില, അതായത് മത്തിപ്പുളിയുടെ ഇല. ഇതിവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇത് ഒരു കെട്ടാണ്. ഇങ്ങനെ ഞാനിപ്പം 6 കെട്ട്, 10 രൂപയ്ക്ക് 3 കെട്ട്, 20 രൂപയുടെ സാധനമാണിത്. 6 കെട്ട് സാധനം. ഇതും കൊണ്ട് അച്ചാറും ഉണ്ടാക്കും, പിന്നെ പെട്ടെന്ന് കഴിക്കാനായിട്ട് ചമ്മന്തി ഉണ്ടാക്കും, പിന്നെ പരിപ്പിനകത്തിടും. ഇത് തന്നെ കൂട്ടാൻ വെക്കും. ഇതിന് ഒത്തിരി അയൺ ഉണ്ട് കേട്ടോ. അയൺ ഡെഫിഷ്യൻസി ഉള്ളവർ ഇത് കഴിക്കാറുണ്ട് ഏറെ. ഇവിടെ ഇത് സുപരിചിതമാണ്. ഇവിടെയാണെങ്കിൽ ഈ ആന്ധ്ര, തെലങ്കാന, അതായത് 2 തെലുങ്ക് നാട്ടിലും ഇത് കഴിക്കാത്തത്, ഇത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുമായിട്ട് ആരും തന്നെ കാണൂല. ഇവരുടെ ഫേവറേറ്റ് റെസിപ്പിയാണിത്. ഒന്നാമത് ഏറ്റവും മെയിനായിട്ട് നടക്കുന്നത് ഇതിൻ്റെ ഇലയും കൊണ്ടുള്ള അച്ചാറാണ്. അതായത് നമ്മൾ 1 വർഷം വരെയൊക്കെ സ്റ്റോർ വിൽക്കത്തക്ക പോലെയൊക്കെ അച്ചാറുണ്ടാക്കും. ആ അച്ചാറാണ് ഒത്തിരി ഫേമസ്. പിന്നെ നമ്മൾ പെട്ടെന്ന് കഴിക്കാനാണെങ്കിൽ നമ്മൾ അരച്ചു അന്നേരം തന്നെ ഉണ്ടാക്കും, പച്ചമുളകൊക്കെ ഇട്ടിട്ട്. അതാ ഇന്നോ ഞാൻ ചെയ്യാൻ പോകുന്നത്, കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇതെല്ലാം ഒന്ന് ഞുള്ളി പറിച്ചെടുക്കാം. ഇല മാത്രമായിട്ട് ഞുള്ളി എടുക്കാമേ. കണ്ടല്ലോ ഇത് പിന്നെ ഒരു കാര്യം, ഇത് മത്തിപ്പുളി 2 തരമുണ്ട്. ഇത് നല്ല പുളിയുള്ള സാധനം. അതായത് ഈ കണ്ടില്ലേ, ഈ ചുമന്ന തണ്ട്, ഇതിൻ്റെ കായും ചുമന്നിട്ടായിരിക്കും. പിന്നെ വേറെ ഒരെണ്ണമുണ്ട് വെളുത്തത്. ഇത് വെളുത്തത്. ഇതിനാണെങ്കിൽ പുളി കാണൂല, ഇതിൻ്റെ കായും വെളുത്തിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ ചുമന്നതേ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാണ് എനിക്ക് അറിയുന്നത് ഇതിങ്ങനെ 2 തരം ഉണ്ടെന്നുള്ളത്. ഇത് കണ്ടില്ലേ, ഇത് തണ്ട് വെളുത്തതാണ്, ഇത് ചുമന്നതും. ഈ ചുമന്ന തണ്ടുള്ളത് നല്ല പുളിയായിരിക്കും, ഇതിന് ഒട്ടും തന്നെ പുളി കാണൂല. ഇതിൻ്റെ ഇലയും ഡിഫറെൻ്റാണ്. ഇതിന് പുളിയില്ലെങ്കിലും ഇത് നമ്മൾ അന്നേരം അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി പുളിയൊക്കെ ചേർത്തിട്ടോ, അല്ലെങ്കിൽ പരിപ്പിനകത്തിടുമ്പോൾ അതിൻ്റെ കൂടെ പുളി ചേർത്തിട്ടോ ഒക്കെ ഉപയോഗിക്കും. കളയില്ല, ഉപയോഗിക്കും. പക്ഷെ പുളി കാണില്ല. അതിന് പുളി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ടേസ്റ്റിനൊരല്പം കുറവുണ്ട്. സോ ഒരുവിധപ്പെട്ട എല്ലാവരും ഇതേ മേടിക്കുകയുള്ളൂ. അത് കാരണം ഇപ്പോൾ ഈ വിൽക്കുന്നവരെന്താ ചെയ്യുന്നത് കണ്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ 1-2 വെളുത്തതും കൂടെ ചേർത്തങ്ങ് വെക്കും. അവർക്ക് ലാഭം വേണ്ടേ. ഇതിനകത്ത് ഒത്തിരി ഉണ്ട് വെളുത്തതുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്താണ് കെട്ടുന്നത്. അവർക്ക് അതിൻ്റേതായ ലാഭം വേണമല്ലോ. ഇതിനകത്തും കാണും, ഇതിനകത്തും ഉണ്ട്. ശരി, എന്നാൽ ഇത് നമുക്ക് ഞുള്ളി എടുക്കാമേ. ഇപ്പം നമ്മൾ ഇലയെല്ലാം ഞുള്ളി എടുത്ത് കേട്ടോ. ഇങ്ങനെ തണ്ടൊന്നുമില്ലാതെ നല്ല ഇലകൾ നോക്കി ഞുള്ളി എടുക്കുക. ഇത് ഇലയെല്ലാം ഞുള്ളി കഴിഞ്ഞപ്പം ഇതിൽ അഴുക്കായ ഇലയെല്ലാം വിട്ടേച്ച് ഞുള്ളി എടുക്കാം. പിന്നെ നല്ല ഇതിൻ്റെ സീസൺ സമയത്ത്, അത് ഈ മഞ്ഞ് ഉള്ള സമയത്ത്, തണുപ്പ് സമയത്താണെങ്കിൽ ഇത് ഇഷ്ടം പോലെ കിട്ടും. അന്നേരം ഇലയും വലിയ ഇലയായിരിക്കും, അതുപോലൊക്കെ നല്ല വലിയ ഇതുമായിരിക്കും. ചെടി. ഇപ്പോൾ ആണെങ്കിൽ ചെടി തീരെ ചെറുതല്ലേ. ഇപ്പം വേരുള്ളതുകൊണ്ട് ഇതുകൊണ്ട് നട്ടാലും നല്ലതായിട്ട് വീണ്ടും കിളുത്ത് വരും. ഇതിൻ്റെ നാമ്പൊന്നും നമ്മൾ ഞുള്ളി എടുക്കുന്നില്ലല്ലോ. ഈ ഇടയ്ക്കൊന്ന് കിളുത്തിട്ട് വീണ്ടും നമുക്ക് ചെടി കിട്ടും വേണമെങ്കിൽ. നമുക്ക് മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടുന്നില്ലെന്നേ ഉള്ളൂ. നല്ലതായിട്ട് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടാം. ചെടിച്ചട്ടിലൊന്നും നട്ടോളാം, ഇത് ശരിക്കും കിളുത്ത് വരില്ല. ഇനിയിപ്പം നമുക്ക് ഇതിനെ നല്ലതായിട്ട് കഴുകി വെള്ളമില്ലാതെ കണ്ട് തോരാൻ വെക്കാം. ഇപ്പം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് അത് ചൂടായപ്പോൾ എണ്ണയും ചൂടായി. ഇനിയിപ്പം നമുക്കേ മുളക് ഇട്ട് കൊടുക്കാം. മുളക് നന്നായിട്ട് വഴറ്റിക്കൊണ്ട് വരാമേ. ഇപ്പം നമ്മുടെ മുളക് നന്നായിട്ട് മൂത്തു. ഇനിയിപ്പം നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം ചേർക്കാം. ചേർത്തിട്ടൊന്ന് ഒരു നിമിഷം വാർത്തേക്ക് എടുത്ത് മാറ്റാമേ. ഇപ്പം നമുക്ക് നല്ല ചൂടുള്ള എണ്ണ കൊണ്ട് ജീരകം പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റാം. ഇപ്പം എൻ്റെ മുളകെല്ലാം മാറ്റി കുറച്ച് ജീരകം അതിനകത്തുണ്ട്. ഇപ്പം നമുക്കേ ഇതിലേക്ക് ഈ മത്തിപ്പുളിയുടെ ഇല ഇട്ട് കൊടുക്കാമേ. ഇപ്പം ഇത്ര ഇലയുണ്ടല്ലോ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കാണിച്ച് തരാം ഒരു മാജിക്. ഇത് നന്നായിട്ട് ഇളക്കി അവിടെ കിടന്നൊന്ന് വഴന്ന് വരട്ടെ. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ച് തരാമേ. ഇതിപ്പം നമുക്ക് ഇട്ടില്ലേ മത്തിപ്പുളിയുടെ എല്ലാം കഴിഞ്ഞ് വയ്ക്കുക. ഇപ്പം ചൂടായിരുന്നപ്പോൾ ഇത് കണ്ടോ, അതിന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വെച്ചാൽ അത് ഇത്രയുമായി. ഇപ്പം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാമേ.
മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇളക്കി അടച്ച് വെക്കാം. ഇത് മൊത്തം വെണ്ണ പോലെയാവും. ഇതിനെ മിക്സിയിലിടേണ്ട ആവശ്യമില്ല, ആ കല്ലിൽ അങ്ങനെ വെച്ചിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ തന്നെ അങ്ങ് പേസ്റ്റ് പോലെ ആക്കിക്കൊണ്ട് വെന്ത് അധികം എണ്ണയുടെ ആവശ്യമില്ല. ഇത് നമുക്ക് വിത്തൗട്ട് ഓയിൽ കൂടെ ചെയ്യാം. എങ്ങനെ വെച്ചാൽ നമ്മൾ കഴുകി കേട്ട് വെള്ളം ഊറാൻ നിൽക്കാതെ കണ്ട അതങ്ങ് ഇട്ടാൽ മതി. ആ വെള്ളത്തിൽ തന്നെ ചെറിയ തീയിൽ കഴിഞ്ഞ് വെള്ളത്തിൽ തന്നെ അതങ്ങ് അടിഞ്ഞ് വെന്ത് വന്നോളൂ. ഇപ്പം നമുക്കിത് വെക്കാം. ഇപ്പം നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇതോ അടിക്കണം. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആയില്ലേ. ഇനിയിപ്പോഴേ നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ വറുത്ത് വെച്ചില്ലായിരുന്നോ മുളകും എല്ലാം കൂടെ, ആ മുളക് മിക്സിയിലിട്ടുണ്ട് വരാമേ. അതെ, ആ മുളകെല്ലാം കൂടെ, മുളകും ജീരകവും കൂടി ഇല്ലേ വറുത്തത്, ഇത് മിക്സിയിലാക്കി. ഇപ്പം നമുക്ക് ആ വെളുത്തുള്ളിയും കൂടെ എടുത്ത് വെച്ചില്ലായിരുന്നോ, ആ ഒരു കൂടെ വെളുത്തുള്ളിയും കൂടി ഇട്ടേച്ച് ഇത് അരച്ചുകൊണ്ട് വരാമേ. മുളകിപ്പം ഒരു ഇതൊന്ന് ചതഞ്ഞില്ലേ. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാമേ. ഉപ്പ് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ, കാരണം ഇലയൊക്കെ ഇച്ചിരിയല്ലേ ഉള്ളൂ. ഉപ്പ് ഇത് അരച്ചെടുക്കണം, നന്നായിട്ട് അരച്ചെടുക്കണേ. ഇപ്പം നമ്മുടെ ചീനച്ചട്ടിയിലെ ഉള്ളി സാധനമല്ലേ, ഇതിനിങ്ങനെ നമ്മളൊന്ന് നന്നായിട്ട് തേച്ച് അരച്ച് കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെയാകുവേ. ഇതാ നല്ല പേസ്റ്റ് പോലെയല്ലേ. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചില്ലായിരുന്നോ, അരച്ച പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പം ആദ്യം കുറച്ചേ ചേർക്കുന്നുള്ളൂ, കാരണം ഞാൻ പറഞ്ഞില്ല എൻ്റെ മോള് വയ്യാത്ത കുട്ടിയാന്ന് പറഞ്ഞില്ലായിരുന്നോ. അന്നേരം ആദ്യം അധികം എരി വേണ്ട, അതുകൊണ്ട് അവൾക്ക് ഈ പച്ചടി ഇഷ്ടമാണ്. പച്ചടി എന്ന് വെച്ചാൽ അച്ചാർ. സോ അവൾക്ക് വേണ്ടിയിട്ട് അല്പം എരി ചേർത്തിട്ട് സാധനം എടുത്ത് മാറ്റാം. കുഞ്ഞിന് വേണ്ടി ഞാൻ ഇച്ചിരി എടുത്ത് മാറ്റി കേട്ടോ. ഇച്ചിരിയേ എടുത്തുള്ളൂ, കാരണം അവൾക്ക് അത്രയും മതി. ഇനി ബാക്കി ഉള്ളതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, പച്ചമുളക് പേസ്റ്റ്. എൻ്റെ മോൾക്ക് എന്താണെന്ന് വെച്ചാൽ അവൾ ഉണ്ടായപ്പോഴും നല്ല വയറ്റിൽ കിടന്നപ്പോൾ മുതൽ മരുന്നിൻ്റെ മുകളിലുള്ളതല്ലേ, ഇപ്പോഴും മരുന്ന് തന്നെയാണല്ലോ കഴിക്കുന്നത്. അത് കാരണം അപ്പം ശരീരത്തിന് ചൂടൊക്കെ ആയിട്ടേ ഈ എരിയൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നാൽ കൊച്ചു കുഞ്ഞൊന്നല്ല, 18 വയസ്സുണ്ട്. ഇപ്പോഴും കട്ടിലിൽ തന്നെയാണല്ലോ. അങ്ങനെ ഒരേ കിടപ്പും ഇതൊക്കെ ആയിട്ട് ശരീരത്തിൻ്റെ ചൂടൊക്കെ ആയിട്ട് എരി ഇതൊക്കെ കഴിച്ചാൽ വായൊക്കെ ഭയങ്കരമായിട്ടും പൊട്ടും. പക്ഷേ മരുന്നിൻ്റെ ചൂട് കൊണ്ടേ വായ്ക്കകത്തെ പൊട്ടലൊക്കെ ഉള്ളതുകൊണ്ട് അധികം കഴിക്കാനും എരിയൊന്നും കഴിക്കില്ല. അവൾക്ക് വേണ്ടി എന്ത് സാധനം ഉണ്ടാക്കിയാലും എരിയില്ലാതാണ് ഉണ്ടാക്കുന്നത്. ഇതേ ഇപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗോങ്കൂറ, അതായത് നമ്മുടെ മത്തിപ്പുളിയുടെ ഇല അച്ചാർ ചമ്മന്തി തയ്യാർ. ഇത് ഉണക്കമുളകും കൊണ്ട് ഉണ്ടാക്കാമേ. ഇപ്പം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ഒരല്പം കുറവുണ്ട്. നമുക്ക് കടുക് വറുക്കുമ്പോൾ ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ അച്ചാറുണ്ടാക്കില്ലേ, ഇതിലേക്ക് ടേസ്റ്റിനെ ആഡ് ചെയ്യുന്നൊരു കാര്യമാണ് ഒരു ചെറിയ ഉള്ളി നമ്മൾ ചതച്ച് ചേർക്കണം. പിന്നെ ചതയ്ക്കാൻ കല്ലില്ലാത്തതുകൊണ്ട് ഞാനിതിനകത്തൊന്ന് അടിച്ചുകൊണ്ട് വരാവേ. ഇതാ ഇങ്ങനെ, ഇത് അരയരുത്, ജസ്റ്റ് ഇങ്ങനെ ചതച്ചിട്ടേ കഷ്ണമായിട്ടൊക്കെ ചതച്ച് ചേർക്കുക. നല്ല രുചിയായിരിക്കും കേട്ടോ. ഇതാണ് ഈ അച്ചാറിൻ്റെ രുചി കൂട്ടുന്ന ഒരു ഐറ്റം. ഇതുകൂടി ഇളക്കി വെച്ച് ഞാൻ കടുക് വറുക്കാമേ. കടുക് വറുക്കാനായിട്ട് ഞാൻ പാത്രം വെച്ചു, ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. അപ്പം നമുക്ക് കടുക്, ജീരകം, ഉഴുന്ന് പരിപ്പ്, കടുക് പൊട്ടി. അപ്പം നമുക്ക് കരിയാപ്പിലയും കൂടെ, എന്നിട്ട് രണ്ടായി മുറിച്ച ഒരു 3 അല്ലെങ്കിൽ 4 ഉണക്കമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാമേ. ഇതും കൂടെ മൂത്ത് വരുന്നു. പക്ഷേ നമ്മൾ മഞ്ഞളൊന്നും അന്നേരം ചേർത്തില്ലെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ നേരത്തെ ചേർത്തുകൊണ്ട് ആവശ്യമില്ല. ഇപ്പം അച്ചാറാതെ ചമ്മന്തിക്കകത്ത് കിളക്കാം. ഉപ്പ് കുറവായിരുന്നല്ലോ, ഞാനേ ഉപ്പ് ഇട്ടിളക്കാൻ മറന്നുപോയി. ആദ്യം ചേർത്ത് ഉപ്പ് കുറവായിരുന്നില്ല. ഇപ്പം ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി വേവിച്ചാൽ ഗോങ്കൂറ പച്ചടി തയ്യാർ. എല്ലാമായി. ഇപ്പം ടേസ്റ്റ് നോക്കാം. സൂപ്പർ ടേസ്റ്റി ഗോങ്കൂറ പച്ചടി. സൂപ്പറാട്ടോ. എന്നാൽ ബായ്. അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരാമേ.